ശ്രീ അരവിന്ദ് കെ ആർ, സർ, ഈ കപ്പൽ മുങ്ങിയ ശേഷം, അതായത് ഇപ്പോൾ എൽസയുടെ കാര്യത്തിലാണെങ്കിലും അതല്ല ഇപ്പോൾ ഈ വാൻഹൈ 503യുടെ കാര്യത്തിലാണെങ്കിലും, ഇതിനകത്ത് ഈ കപ്പൽ കണ്ടെത്താൻ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം തുടരുന്നു. കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലുണ്ട്. എൽസ 3യുടെ കാര്യത്തിലാണെങ്കിൽ കപ്പൽ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ്. ഇതെല്ലാം എത്രത്തോളം ഫലം കാണുന്ന ഒരു ഉദ്യമമാണ്? ഞാനത് ചോദിക്കാൻ കാരണം, ഇന്ന് ഒരു റിപ്പോർട്ട് കണ്ടത് 18 വർഷം മുൻപ് കൊച്ചിയിലെ പുറംകടലിൽ MV മരിയസ് എന്ന കപ്പൽ മുങ്ങിത്താണത്. അത് കണ്ടെത്താനോ പുറത്തേക്ക് കൊണ്ടുവരാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവസാന നിമിഷം ആ ശ്രമം ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. ഇതേ അനുഭവമാണോ ഈ പുതിയ അത്യാധുനിക കാലഘട്ടത്തിലും നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? മുങ്ങിപ്പോയ കപ്പൽ അവിടെ കിടക്കുന്ന അനുഭവം. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഈ ആദ്യത്തെ നഷ്ടപ്പെട്ട ലോസ്റ്റ് ആയിട്ടുള്ള ഷിപ്പിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ കൃത്യമായിട്ടുള്ള കോർഡിനേറ്റ്സ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് കപ്പൽ എവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ പൊസിഷൻ എന്താണ്, അതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്, ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് കോർഡിനേറ്റ്സ് എന്താണ്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു ടീമിനെ ഡിപ്ലോയ് ചെയ്തും ഈ ടീം ഓൾറെഡി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞത് ശരിയാണ്, ചില ഹൈ സീസിലൊക്കെ പോകുന്ന ചില കപ്പലുകൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റിൽ പെടുമ്പോൾ ചിലപ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണ കിട്ടിയിട്ടുണ്ട്. ഷിപ്പ് ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, ഏത് കോർഡിനേറ്റ്സിലാണ് കിടക്കുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഓൾറെഡി ഈ ടീമിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട കാര്യം ഈ ആദ്യത്തെ കേസിൽ, ഈ MSCയുടെ കപ്പലിൻ്റെ കേസിൽ നമുക്ക് നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൾറെഡി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോർഡിനേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഇനി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഈ നഷ്ടപ്പെട്ട കപ്പലിൽ ഉള്ള കണ്ടെയ്നേഴ്സ്, ഇതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിനകത്ത് ഹസാർഡസ് ആയിട്ടുള്ള കാർഗോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഇനി അത് സാൽവേജ് ചെയ്ത് എടുക്കാനുള്ള കാര്യങ്ങളുമാണ് അടുത്ത് ചെയ്യേണ്ടത്. മൂന്നാമത്, ഇതിനകത്ത് ഉള്ള ഫ്യൂൽ ഓയിൽ, അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ വന്നിരുന്നു. ഈ HFO എന്ന് പറഞ്ഞൊരു ഒരു ഫ്യൂവലാണ് നമ്മൾ കപ്പലുകളിൽ സാധാരണ ഉപയോഗിക്കുന്നത്, ഹെവി ഫ്യൂൽ ഓയിൽ. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു റോഡൊക്കെ ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാറിനോട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ഹസാർഡസ് ആയിട്ടുള്ള കാർഗോസ്, കപ്പലിൻ്റെ കണ്ടെയ്നേഴ്സിലുള്ള ഹസാർഡസ് ആയിട്ടുള്ള കാർഗോസ് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള സാൽവേജ് ടീംസ് ഗ്ലോബലി ഉണ്ട്. അല്ല ശ്രീ അരവിന്ദ്, അത് അവരുടെ ശ്രമമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഈ TNT സാൽവേജിൻ്റെ മുങ്ങൽ വിദഗ്ധനാണ് ഇപ്പോൾ ഈ എൽസയുടെ കാര്യത്തിൽ കണ്ടെത്തി അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും ഇതിലൊരു പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്, ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിഷം കലർന്നു നിൽക്കുന്ന ഈ പദാർത്ഥങ്ങൾ അത് കടലിലേക്ക് അലിഞ്ഞു ചേരാനുള്ള സാധ്യത, അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പൂർണ്ണമായി തടയാൻ നിലവിലെ സംഘത്തിന് അല്ലെങ്കിൽ നിലവിലെ ശ്രമങ്ങൾക്ക് കഴിയുമോ? ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനിൽ പോലും, മെയിൻ എഞ്ചിനിലെ ടാങ്കിൽ പോലും ചോർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ സ്പിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് സാങ്കേതികമായി എത്രത്തോളം സാധ്യമാണ്? അത്തരത്തിൽ ഇത് പൂർണ്ണമായി ഫലപ്രദമായിട്ടുള്ള മുൻ അനുഭവങ്ങൾ നമുക്കുണ്ടോ എവിടെയെങ്കിലും, ലോകത്ത് എവിടെയെങ്കിലും? അതെ, ഓക്കെ. അപ്പോൾ ഇതിനകത്ത് 2 വിഷയങ്ങളാണ് നിങ്ങൾ കാണിച്ചത്. ആദ്യത്തേത്, ഈ കപ്പലിൽ കണ്ടെയ്നേഴ്സിലുള്ള ഹസാർഡസ് കാർഗോയുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ അതുമൂലം കാര്യമായിട്ട് പാരിസ്ഥിതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതും. രണ്ടാമത്, ഇതിനകത്തുള്ള ഫ്യൂൽ ഓയിലിൻ്റെ അത് ലീക്കായിട്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ് കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ ഈ ഹസാർഡസ് ആയിട്ടുള്ള കാർഗോസ് കണ്ടെയ്നേഴ്സിൽ ലോഡ് ചെയ്യുമ്പോൾ അത് IMDG, ഇൻ്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് പ്രകാരമാണ് ഇതിനകത്ത് ലോഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാർഗോസിനെ കാറ്റഗറൈസ് ചെയ്ത് ഈ കാറ്റഗറൈസേഷന് അനുസരിച്ചിട്ട് അത് ഈ പറയുന്ന പോലെ വെതർ പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഇൻഡിവിജ്വൽ ടോട്ടീസ് ആവാം, അല്ലെങ്കിൽ ഡ്രംസ് ആവാം. അത് ആ പെർട്ടിക്കുലർ
പെർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കലിൻ്റെ നേച്ചർ അനുസരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്ത് കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്ത് ആണ് ഈ കണ്ടെയ്നേഴ്സ് ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കണ്ടെയ്നേഴ്സ് കടലിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും പെട്ടെന്നൊന്നും ഇത് ബ്രീച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഇൻഡിവിജ്വലി ചെറിയ യൂണിറ്റ്സ് ആക്കിയിട്ട്, കാരണം കെമിക്കലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ആ കെമിക്കലിൻ്റെ നേച്ചർ അനുസരിച്ച് ഇൻഡിവിജ്വൽ ചെറിയ കാർട്ടൽസിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടോട്ടീസിലോ ഇൻഡിവിജ്വൽ ബാരൽസിലോ ആക്കിയിട്ട് ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ IMOയുടെ റെഗുലേഷൻ പ്രകാരമുള്ള രീതിയിൽ പാക്ക് ചെയ്താണ് ഇത് സാധാരണ ഹസാഡസ് കാർഗോസ്, ഹസാഡസ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള കാർഗോസിനെ കണ്ടെയ്നേഴ്സ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടെയ്നേഴ്സ് കടലിൽ നഷ്ടപ്പെട്ടു പോയാലും പെട്ടെന്നൊന്നും വളരെ ക്വിക്കായിട്ടൊന്നും ഇത് ആക്ച്വലി കടൽ വെള്ളത്തിൽ കലരാനോ അല്ലെങ്കിൽ ഡാമേജായി പോകാനുള്ള സാധ്യത കുറവാണ് ആദ്യത്തെ കേസിൽ, അതായത് MSC എൽസയുടെ കേസിൽ. രണ്ടാമത് ഇപ്പം നമ്മൾ വാൻഹോയുടെ കേസിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഫയർ ഉണ്ടായിട്ടുണ്ട്. ഫയർ ഇതിന് ഒരു പ്രയാസം ഉണ്ടാക്കും. കണ്ടെയ്നേഴ്സിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫയർ മൂലം അത് കലരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആദ്യത്തെ കേസിൽ നമ്മൾക്ക് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പാക്കിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും. അത് IMDG കോഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കോഡ് പ്രകാരമാണ് കമ്പനീസ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത് അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കലരാനും മറ്റുള്ള രീതിയിലുള്ളൊരു ഒരു കാറ്റാസ്ട്രോഫിലോട്ട് പോകാനുമുള്ള സാധ്യത തുലോം വിരളമാണ് എന്നാണ് പറയാനുള്ളത്.